Hi all. So today what we are going to study is about XML schema definition. So previously we have studied something called DTD, that is data type definition, which is used to structure the XML document. Like that, XML schema definition is also used to structure the XML document. That is, we use this to structure the XML document. നമ്മൾ previously പഠിച്ചതുപോലെ തന്നെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി XML ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ XML സ്കീമ ഡെഫിനിഷനും യൂസ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ XML സ്കീമ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് DTD ആണ്. DTDയെക്കാട്ടി ഫാർ പുതിയ വേർഷനാണ്, അഡ്വാൻസ് വേർഷനാണ്. കൂടാതെ ഇറ്റ്സ് മോർ പവർഫുൾ ദാൻ DTD. ഇത് മോർ പവർഫുൾ ആണ്, DTDയെക്കാട്ടി ഇറ്റ്സ് മോർ പവർഫുൾ. സോ ലെറ്റ് മി ടെൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ദാറ്റ് യു ഹാവ് ബിറ്റ്വീൻ XST ആൻഡ് DTD. നമ്മൾ DTDയുടെ എലമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുന്ന സമയങ്ങൾ പോലും വി ഹാവ് സീൻ ദർ ആർ വെരി ഫ്യൂ ഡാറ്റ ടൈപ്സ് അവൈലബിൾ ഇൻ DTD. സോ ഡാറ്റ ടൈപ്സ് വളരെ കുറച്ച് ഡാറ്റ ടൈപ്സ് DTDക്കകത്തുള്ളൂ. കാരണം PC ഡാറ്റ, C ഡാറ്റ, ID റഫ് ഇങ്ങനത്തെ കുറച്ച് ഡാറ്റ ടൈപ്സ് മാത്രമേ ഉള്ളൂ. സോ ഡാറ്റയ്ക്ക് അത്രയും റെസ്ട്രിക്ഷൻസ് യൂസറിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി വളരെ കുറവാണ്. ബട്ട് ഇൻ XST വി ഹാവ് മോർ data types, so we can give more restrictions to the data provided in a particular ഒരു എലമെൻറ്റിനകത്ത് കൊടുക്കുന്ന വാല്യൂസിന് കൂടുതൽ റെസ്ട്രിക്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും when you use an XSD. മാത്രമല്ല ഹിയർ നോ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് അലൗഡ് അല്ല. യൂസറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സ് യൂസറിന് ഡാറ്റ ടൈപ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി DTDക്കകത്ത് ഇല്ല. ബട്ട് ഹിയർ വി ക്യാൻ ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് data types in allow ചെയ്യുന്നുണ്ട് in XSD. And another important thing is DTD does not support something called namespace. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ച നെയിം സ്പേസസ് DTDക്കകത്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. ബട്ട് ഹിയർ ഇൻ XSD ഇറ്റ് സപ്പോർട്ട്സ് നെയിം സ്പേസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ XSDയിൽ നമുക്ക് ഓരോ എലമെൻറ്റ്സും നെയിം സ്പേസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. നെയിം സ്പേസ് ഉപയോഗിക്കാതെയും ക്രിയേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ XSD. സോ XSDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ XML സ്കീമ ഡെഫിനിഷൻ എന്നാണ്. സോ ഇറ്റ്സ് രണ്ടും യൂസ് ചെയ്യുന്നത് സ്ട്രക്ചറിങ് XML ഡോക്യുമെൻറ്റിനെ സ്ട്രക്ചർ ചെയ്യാൻ തന്നെയാണ്. പക്ഷേ XSDക്കകത്ത് കൂടുതൽ ഡാറ്റ ടൈപ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് വി ക്യാൻ ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓൾസോ ഇറ്റ് സപ്പോർട്ട്സ് നെയിം സ്പേസസ്. സോ ഇനി മറ്റേ DTDയിലുള്ള പോലെ തന്നെ വി ക്യാൻ ഡിഫൈൻ എലമെൻറ്റ്സ് ആൻഡ് അട്രിബ്യൂട്ട്സ് ഇൻ XSD. ബിഫോർ ഡൂയിങ് ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് അവൈലബിൾ ഇൻ XSDക്കകത്തുള്ള പല ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ്, ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ XSDയിൽ രണ്ട് ടൈപ്പ് ഡാറ്റ ടൈപ്സാണ് ഉള്ളത്. വൺ ഇസ് കോൾഡ് ആസ് സിമ്പിൾ ടൈപ്പ് ആൻഡ് ദി അതർ വൺ ഇസ് കോൾഡ് ആസ് കോംപ്ലക്സ് ടൈപ്പ്. ഈ രണ്ട് ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ XSDക്കകത്ത് യൂസ് ചെയ്യുന്നത്. ഈ സിമ്പിൾ ടൈപ്പിനെ തന്നെ വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു ടു ടൈപ്സ്. സിമ്പിൾ ടൈപ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് യു ക്യാൻ യൂസ് ദ ബിൽഡ് ഇൻ ടൈപ്സ്. ബിൽഡ് ഇൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സും അത് കൂടാതെ ഇറ്റ് അലൗസ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ സിമ്പിൾ ടൈപ്സിൽ മാത്രമാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനെ യൂസ് ചെയ്യാൻ കഴിയുന്നത്. ആൻഡ് അനദർ വൺ കോംപ്ലക്സ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ടൈപ്പിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് ടൈപ്പ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ. ദാറ്റ് ഇസ് യു ഹാവ് MT, അതായത് ഐ വിൽ ടെൽ വാട്ട് എക്സാക്ട്ലി ദിസ് കോംപ്ലക്സ് ടൈപ്പ് ആൻഡ് സിമ്പിൾ ടൈപ്പ് ആർ. അടുത്തതെന്ന് പറഞ്ഞാൽ MT കണ്ടൻറ് ഉണ്ട്, സിമ്പിൾ കണ്ടൻറ് ഉണ്ടാവാം. സിമ്പിൾ കണ്ടൻറ് എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ വി ആർ ഗോയിങ് ടു ഹാവ് കോംപ്ലക്സ് കണ്ടൻറ്. സോ അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്സ് മെയിൻലി രണ്ട് ടൈപ്പാണ്, സിമ്പിളും കോംപ്ലക്സ് ടൈപ്പും ഉണ്ട്. സോ കോംപ്ലക്സ് ടൈപ്പിനകത്ത് വി ഹാവ് സംതിങ് കോൾഡ് ബിൽഡ് ഇൻ ടൈപ്സും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ടൈപ്സും അവൈലബിൾ ആണ്. അതേപോലെ കോംപ്ലക്സ് ടൈപ്സ് വരുമ്പോൾ ദർ ആർ ത്രീ ടൈപ്സ്, ദാറ്റ് ഇസ് MT, സിമ്പിൾ കണ്ടൻറ് ആൻഡ് കോംപ്ലക്സ് കണ്ടൻറ്. അതിൽ ഈ ബിൽഡ് ഇൻ ടൈപ്സിന് നമുക്ക് നോർമലി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പ്രിമിറ്റീവ് ടൈപ്സ് എന്നും നോൺ പ്രിമിറ്റീവ് ടൈപ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ വി ക്ലാസിഫൈഡ് ഇൻടു മെയിൻലി ടു ടൈപ്സ്, ദാറ്റ് ഇസ് അറ്റോമിക് ടൈപ്സ് ആൻഡ് നോൺ അറ്റോമിക് ടൈപ്സ്. ആൻഡ് ദ തേർഡ് വൺ ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് ദി കോംപ്ലക്സ് കണ്ടൻറ്. കോംപ്ലക്സ് കണ്ടൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് മെയിൻലി ത്രീ ടൈപ്സ്. മൂന്ന് രീതിയിലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് സീക്വൻസ് മെത്തേഡ്.
So this is not empty. ഈ കോംപ്ലക്സിനകത്ത് വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ പറയുന്നത്. ദാറ്റ് ഈസ് വൺ സീക്വൻഷ്യൽ സീക്വൻസ് എന്ന് പറയും, സീക്വൻസ് എന്ന് പറയും. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ചോയ്സ് ടൈപ്പ്. ഇത് കൂടാതെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓൾ ടൈപ്പ്, ഓൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് XSD ചെയ്യുന്ന സമയത്ത് വി വിൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് എക്സാക്ട്ലി ദിസ് സിമ്പിൾ ടൈപ്പ് ആൻഡ് കോംപ്ലക്സ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് വി വിൽ സീ നൗ. സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി 2 ടൈപ്പ് ഡേറ്റ ടൈപ്സ് ആണ് XSDക്കകത്തുള്ളത്, സിമ്പിൾ ടൈപ്പ്, കോംപ്ലക്സ് ടൈപ്പ്. അപ്പോൾ സിമ്പിൾ ടൈപ്പിലാണെങ്കിൽ വി ക്യാൻ യൂസ് എനി ഓഫ് ദീസ് തിങ്സ്. പ്രിമിറ്റീവ് ടൈപ്പ് യൂസ് ചെയ്യാൻ, നോൺ പ്രിമിറ്റീവ്, അറ്റോമിക്, നോൺ അറ്റോമിക്. പക്ഷേ കോംപ്ലക്സ് ടൈപ്പ് യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് ടൈപ്പ് ആണെങ്കിൽ ഈ 3 പോസിബിൾ ആണ്. ആ 3 എന്ന് പറഞ്ഞാൽ അതിൽ കോംപ്ലക്സ് കണ്ടന്റ് ആണെങ്കിൽ അതിനകത്ത് വി ക്യാൻ യൂസ് ദി 3 തിങ്സ്. സോ ഈ 3 കാര്യങ്ങൾ, ഇത്രയാണ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് അവൈലബിൾ ഇൻ യുവർ XSDയിൽ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഡേറ്റ ടൈപ്സ് തന്നെ സ്ട്രിങ്, ബൂളിയൻ, ഡെസിമൽ, ഫ്ലോട്ട്, ഡബിൾ, കൂടാതെ ടൈം, ഡേറ്റ്, ഇങ്ങനെ ഒരുപാട് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അത് കൂടാതെ നോൺ പ്രിമിറ്റീവിനകത്ത് വരുമ്പോഴത്തേക്ക് വി ഹാവ് സംതിങ് കോൾഡ് NC നെയിം, ടോക്കൺസ്, ID, ഇങ്ങനെ കുറേ ID റെഫ്. നമ്മൾ പ്രീവിയസ്ലി DTT പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റ ടൈപ്സും നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിനകത്ത് വരുന്നുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു സീ ഹൗ വി വാട്ട് ഇസ് ദ സിമ്പിൾ ടൈപ്പ് ആൻഡ് കോംപ്ലക്സ് ടൈപ്പ് എന്തുവാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ്. ഞാൻ ഇതിനെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുകയാണ്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ടൈപ്പ്, കോംപ്ലക്സ് ടൈപ്പ് എന്തുവാണെന്നുള്ളതാണ്. സോ ഇഫ് യു ഹാവ് എ സിമ്പിൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ XML ഡോക്യുമെൻറ്റിനകത്ത് യു ആർ ഹാവിങ് ഓൺലി വാല്യൂസ്. നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച എലമെൻറ്റ്സിനകത്ത് സിമ്പിൾ ടൈപ്പ് എന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ദിസ് ഇസ് വാട്ട് എ സിമ്പിൾ ടൈപ്പ് ഇസ്. ഇപ്പോൾ ഞാൻ എഴുതുകയാണ് EMP ID 789/EMP ID. ഇങ്ങനെ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സിമ്പിൾ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വോണ്ട് ബി ഹാവിങ് എനി അട്രിബ്യൂട്ട്സ് ഓർ ഇറ്റ് വോണ്ട് ബി ഹാവിങ് എനി ചൈൽഡ് എലമെൻറ്റ്സ്. അട്രിബ്യൂട്ട്സും ചൈൽഡ് എലമെൻറ്റ്സും ഇല്ലാത്ത ടൈപ്പുകളെയാണ് സിമ്പിൾ ടൈപ്പ് എന്ന് വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ വി ക്യാൻ യൂസ് ദി പ്രിമിറ്റീവ് ഓർ നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ്. പക്ഷേ കോംപ്ലക്സ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി എലമെൻറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സിൽ ലൈക്ക് ദിസ് എലമെൻറ്റ് വിച്ച് ഹാസ് ചൈൽഡ് എലമെൻറ്റ്സ് ഉള്ള എല്ലാ ഡേറ്റ ടൈപ്സിനെയും നമ്മൾ കോംപ്ലക്സ് ടൈപ്പ് എന്ന് പറയുന്നു. അപ്പം ഐ എം ഗോയിങ് ടു ഗിവ് ആൻ എക്സാമ്പിൾ ലൈക്ക് എംപ്ലോയിക്ക് അകത്താണ് നമ്മൾ EMP ID/EMP ID, then you have name, then you have you are going to close this employee. So ഇവിടെ നോക്കുകയാണെങ്കിൽ this employee എന്ന് പറയുന്ന element it is a കോംപ്ലക്സ് ടൈപ്പ് എലമെൻറ്റ്, കോംപ്ലക്സ് ടൈപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എലമെൻ്റ് ആണ്. എന്നാൽ എംപ്ലോയി ID എന്ന് പറയുന്ന എലമെൻറ്റ് ഇറ്റ് ഇസ് എ സിമ്പിൾ ടൈപ്പ് ബിക്കോസ് ഇതിന് ചൈൽഡ് ഇല്ല. ആൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിമ്പിൾ ടൈപ്പ്. സോ ഇതിൽ ഈ എഴുതിയേക്കുന്ന റെഡ് കളറിൽ എഴുതിയേക്കുന്ന രണ്ടെണ്ണവും ഇറ്റ് ഇസ് സിമ്പിൾ ടൈപ്പ് ആൻഡ് ദി അതർ ബ്ലാക്ക് എംപ്ലോയി എന്ന് എഴുതിയേക്കുന്നത് കോംപ്ലക്സ് ടൈപ്പാണ്. സോ ഈ 2 ടൈപ്പിനെയും എഴുതുമ്പം വെൻ യു ഡിക്ലെയർ ഇറ്റ് ഇൻ യുവർ XSD ദർ ഇസ് എ സ്മോൾ ഡിഫറൻസ് ഇൻ ഡിക്ലെയറിങ് ദീസ് 2 തിങ്സ്. സോ നമ്മൾ ഇനി XSDയിൽ എങ്ങനെ ഈ എലമെൻറ്റ്സിനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് XSDയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സോ നമ്മൾ പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ XSDയുടെ ഡിഫറൻസ്, XSD DTD ആയിട്ടുള്ള ഡിഫറൻസസ്, ആൻഡ് ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സ് ദാറ്റ് യു ഹാവ്. സോ ഇപ്പം നമ്മൾ കണ്ട സിമ്പിൾ ടൈപ്പ് എലമെൻറ്റ്സ് ആണെങ്കിൽ അതിനകത്ത് യൂസർ ഡിഫൈൻഡ് എലമെൻറ്റ്സും നമുക്ക് പറ്റും, ബിൽഡിൻ എലമെൻറ്റ്സും പറ്റും. സോ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിൻ എലമെൻറ്റ്സ് ആയിരിക്കും, ബട്ട് വി വിൽ ഷോ യു ഹൗ വി ക്യാൻ ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് എലമെൻറ്റ്സ് ആസ് വെൽ. സോ സിമ്പിൾ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അട്രിബ്യൂട്ട്സും ചൈൽഡും ഇല്ലാത്ത എലമെൻറ്റ്സിനെയാണ് നമ്മൾ സിമ്പിൾ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബട്ട് കോംപ്ലക്സ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദാറ്റ് എലമെൻറ്റ് ഹാസ് എ child or if an element has an attribute, that is called as complex type.
ഇനി അടുത്ത ഇതിനകത്ത് എം ടി സിമ്പിൾ കണ്ടൻറ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കോംപ്ലക്സ് ടൈപ്പിനകത്ത് ചൈൽഡ് ഇല്ല, പക്ഷേ അതിനകത്ത് അട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ കോൾഡ് ആസ് എം ടി ടൈപ്പ്. എം ടി എന്നുള്ള കീവേഡ് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ അട്രിബ്യൂട്ട് ഉണ്ട്, പക്ഷേ കോംപ്ലക്സ് കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have more child elements. ചൈൽഡിനകത്ത് ചിലപ്പോൾ അട്രിബ്യൂട്ട്സ് വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാവും. So these are all complex type of elements. So now next lecture we will see how we can create XSD using the validation software. So thank you.